എൻ്റെ സുഹൃത്തും കോവർക്കറും എല്ലാമായ നോബിൾ തോമസിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ആ സമയത്ത് പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കില്ലല്ലോ. അതിപ്പോൾ ഞാൻ ഇവനെ അംഗീകരിക്കാറില്ല, ഇവൻ എന്നെ അംഗീകരിക്കാറില്ല, ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ സമയത്ത് ഇവൻ്റെ വീട്ടിൽ വെക്കേഷന് ഞാൻ പോയ സമയത്ത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഇവനിങ്ങനെ നരം പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിൽ കാണാം ഇങ്ങനെ ഇവൻ എന്തോ ചെയ്തുകൊണ്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ഓഹോ ഹോ ഓ നേരം ഇത് പാടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് കണ്ടപ്പോൾ ഓഹോ മിന്നാരപ്പൊന്നല്ലേ മിന്നിപ്പെണ്ണല്ലേ പാട്ട് മാറ്റി കളഞ്ഞു. ഞാൻ പാടണം. നീ പണ്ടൊരിക്കലും ഏതോ ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി എന്ന് വെച്ചാൽ കൂട്ടുകാർ നമ്മൾ ഒരുമിച്ച് ബൈക്കിലാണല്ലോ തിരിച്ച് ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നത്, എന്നെ അടയാറില്ലല്ലോ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് കോളേജ് കഴിയുമ്പോൾ. അപ്പോൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ വെച്ചാൽ പാട്ട് പാടിയില്ല ഞാൻ സ്പീഡ് കൂട്ടുമെന്ന് എന്തോ. അത് നീയല്ല, സന്ദീപ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ക്ലാസ്മേറ്റ്. അത് നീയല്ല, ഞാനാണെന്ന് ഞാൻ ധരിച്ചു. ഞാൻ പറയില്ലല്ലോ. തൽക്കാലം ഒരു പാട്ട് പാട്. പടത്തിലുള്ളതിൻ്റെ പാടാം. ചോദിക്കും പൊൻതാരമെന്ന് പഠിക്കും. ഓക്കെ. പൊൻതാരമേ പവനുതിരും ചേലൊന്നു തൂകുമോ, ആകാശമേ അവളഴകിൽ കണ്ണാടി നോക്കുമോ, കെടാതെ നീ തിളങ്ങണം വെൺചിരി മലർനാളങ്ങളിൽ, പരാഗമായി തുളുമ്പണം കിനാവുകൾ, പൊൻതാരമേ പവനുതിരും ചേലൊന്നു തൂകുമോ, ആകാശമേ കണ്ണാടി നോക്കുമോ, അജുവിനെ ഇപ്പം നമ്മുടെ പടത്തിനകത്താണെങ്കിലും വേറൊരു പെർസ്പെക്റ്റീവാണ് അജു വരുന്നത്. അജുവിനെ പറ്റിയിട്ട് ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. അജുവിനെ ലീഡായിട്ട് വെച്ചിട്ട് ഒരുപാട് കഥകൾ ഇതിനു മുമ്പ് അജുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ നായകനായിട്ട് അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കായിരുന്നു. അങ്ങനെ എന്നെ നായകനാക്കി എന്നെ ഔട്ടാക്കാൻ ആരും നോക്കണ്ടെന്നാണ് അജു പറയാറുള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 100 സിനിമയിൽ കൂടുതൽ അജു അഭിനയിച്ചു. ഫൈനലി കമലയിലാണ് നായകനായിട്ട് വരുന്നത്. അതെ അതെ. അപ്പോൾ എനിക്ക് ആ ട്രെയിലർ കണ്ടിട്ട് നല്ല പ്രോമിസിംഗ് ആയിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇപ്പോൾ ലവ് ആക്ഷൻ ഡ്രാമയിൽ അജു ശരിക്ക് ഔട്ട് ആൻഡ് ഔട്ടായിട്ട് ചിരിപ്പിച്ചു ആൾക്കാരെ. അതിനുശേഷം അവൻ സെലക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൊക്കെ കുറച്ചുകൂടി ഇത് ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. കാരണം ഈ ഹെലൻ അടക്കം അതുണ്ടല്ലോ, കാണുമ്പോൾ ഭയങ്കര ആ ഒരു എന്താ പറയുക ഫ്രഷ്നെസ്സും അത് തന്നെയല്ല അജു പുൾ ഓഫ് ചെയ്യുന്നുണ്ട്. അതാണ് വലിയൊരു കാര്യം. നമ്മളിപ്പം ഒരാളെ നമുക്ക് പ്ലേസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ആൾക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അവൻ ബ്രില്യൻ്റ് ആയിട്ട് പുൾ ഓഫ് ചെയ്തേക്കുന്നത്.